കണ്ണൻ ലച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നേരം വെളുത്തിട്ട് ലച്ചു ബേബി ചെയ്ത പണി നോക്ക്. എണീറ്റു ചായ കൂടി കഴിഞ്ഞു നേട്ടത് മൊബൈലിൽ നോക്കി കിടക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുട്ടികളെങ്കിലും ഇപ്പോൾ മൊബൈലിൽ നോക്കാം. ഇവർക്ക് മൊബൈൽ നോട്ടം സ്കൂളിലുള്ള സമയത്ത് ഞാൻ ടീച്ചറോട് പറഞ്ഞ് നിർത്തിച്ചതാ. വീണ്ടും മൊബൈലിൽ ഗെയിമാണ് ഇപ്പോൾ ഇവിടെ കളി. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ കുറേ കഴിയുമ്പോൾ ചേട്ടന്മാരുടെ കൂടെ കളിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിന്ന് കേട്ട പോണേ മരോടിച്ചാല് പോവാ അല്ലേ? ഞങ്ങൾ മരോടിച്ചാല് പോവാ. ഇനിയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഞങ്ങൾ മരോടിച്ചാല് കണ്ടിട്ടുള്ള വിശേഷങ്ങളാവും. അച്ചാച്ചനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ അവരുടെ കൂടെ പോകാനാണ്. വീട്ടിലേക്ക് പോണതിൻ്റെ ചടങ്ങായിട്ട് മാങ്ങ പൊട്ടിക്കലാണ്. അത് മതിയുണ്ണി മാങ്ങ അതാ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. ഓരോന്ന് ഒതുക്കലൊക്കെയാണ് ഇനി. അപ്പം ഞങ്ങളതാ പോവാനായിട്ട് റെഡിയായി. കണ്ണനു ലച്ചു ഒക്കെ വണ്ടിയിൽ കയറി ഇരിപ്പ് കഴിഞ്ഞു. ലച്ചു ചേട്ടനോട് പറഞ്ഞോ, അവരോട് പറഞ്ഞോ പോവാന്ന്? ഇതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അമ്മച്ചി പറഞ്ഞിട്ട് വരട്ടെ ഇനി ഓരോരുത്തരോട്. ഞങ്ങളതാ വണ്ടിയിൽ തൃശ്ശൂരെത്തി. ഒരു വണ്ടിയിൽ തിരക്കി ഞെരുങ്ങി അമർന്നാണ് ലച്ചു ബേബി ഉറങ്ങി. ഇപ്പം ഞങ്ങൾ എവിടെയാണ് തൃശ്ശൂർ ജൂബിലി മിഷൻ്റെ അവിടെ എത്തി. ഇനി ഒരു 3/4 മണിക്കൂറുടെ യാത്രയുണ്ട് വീടെത്തണമെങ്കിൽ. ഓപ്പൺ സ്റ്റേഡിയം അല്ലേ? ഓപ്പൺ സ്റ്റേഡിയം അത് സ്റ്റേഡിയം ആണല്ലേ. കാറിലാണെങ്കിലും ശരിക്കും എടുക്കാൻ പറ്റും. ഓട്ടോറിക്ഷയിലായതുകൊണ്ട് ക്ലിയർ ആവണില്ല. ഞാൻ പഠിച്ച സെന്ന ഹോസ്പിറ്റലാണത്, ആയുർവേദ ഹോസ്പിറ്റല്. നമ്മുടെ വീടെത്തി. പിന്നെ വീട്ടിലേക്കുള്ള ചക്ക മാങ്ങ തേങ്ങ ഐറ്റംസുകളൊക്കെ ഇറക്കണു. അതാ ഓരോന്നോരോന്നാണ് എടുത്ത്. വെച്ചോട്ടിക്ക് 2 മാമ്പഴം എല്ലാം എടുത്തു. ഒരു കുടിയേറി പാർക്കൽ കഴിഞ്ഞു. ഇനി അപ്പോൾ അതാ ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി. പോരണ വഴിക്ക് പൊറോട്ട മേടിച്ചു. സാമ്പാറും പൊറോട്ടയും പിന്നെ ഇതാ പോർക്കിറച്ചി. അതാ എല്ലാവരും കഴിക്കുകയാണ്. അമ്മച്ചിക്ക് വയ്യ, നല്ല ക്ഷീണമാണ്, ഒന്നും കഴിച്ചിട്ടില്ല ഇവർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മരോട്ടിച്ചാലിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. വേറെ വിശേഷവുമായി നാളെ വരാം. അപ്പോൾ നാളെ നമുക്ക് കാണുന്നവരേക്കും ബൈ ബൈ.